നമുക്ക് സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില അഹങ്കാരം, സമ്പത്ത് കൂടുമ്പോൾ അവിടെ പിശാചിൻ്റെ ചിന്തകൾ നമ്മളെ ഭരിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ഈ അടുത്ത സമയത്തിന് അതിനൊരു ഉദാഹരണം ഞാൻ പറയും. ഈ അടുത്ത സമയത്തിന് തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കോടീശ്വരൻ, അദ്ദേഹം 1 സെൻറ്റിന് 1 കോടി വിലയുള്ള കുറേ സ്ഥലം, അദ്ദേഹം കുറച്ച് വിസ്തീർണമുള്ള ഏകദേശം 1 ഏക്കറിനോളം അടുപ്പിച്ച് വരുമെന്ന് എന്താണ് തോന്നുന്നത്, സ്ഥലം അദ്ദേഹം വിലയ്ക്ക് വാങ്ങിക്കുന്നു. 1 സെൻറ്റിന് 1 കോടിയോളം രൂപ വില വരുന്ന വിധത്തിൽ. അത് വാങ്ങിച്ചിട്ട് അവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തത് അത് മൊത്തത്തിൽ ഇടിച്ച് നിരത്തി വേസ്റ്റെല്ലാം വാരിക്കളഞ്ഞിട്ട് അവിടെ അദ്ദേഹം പയറ്, കീര അങ്ങനെയുള്ള കൃഷികൾ ചെയ്യുന്നു എന്നാണ്. ഇത് ഞാൻ നേരിട്ട് കണ്ടല്ല, ഒരു വാർത്തയിൽ നിന്നും ഞാൻ അറിഞ്ഞതാണ്, സത്യമാണ്. അപ്പം ചിന്തിക്കണം, ഇന്ന് 1 ലക്ഷം രൂപ കൊടുത്ത് 5 സെൻറ്റ് ഭൂമി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവർ നമ്മുടെ ചുറ്റിനുണ്ട്. അങ്ങനെ ഉള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഇത്രയും വില കൊടുപ്പുള്ള വസ്തു വാങ്ങിക്കുന്നത്. വസ്തു വാങ്ങിച്ചതിൽ കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൊണ്ട് വാങ്ങിക്കാം. പക്ഷേ ആ വസ്തു വാങ്ങിച്ച് ഇടിച്ച് നിരത്തി അവിടെ കൃഷി നടത്തുക, അതായത് ഒരു പട്ടണ മധ്യത്തിലാണ് കൃഷി നടത്തുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അഹങ്കാരമാണ്.